റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കുന്ന സമയം അല്ലേ? എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീടുകളും കയറ്റി സക്കാത്തിന് പോയിരുന്നു. അന്നൊക്കെ 5 രൂപയാണ് മാക്സിമം കിട്ടിക്കുന്നത്. 5 രൂപയുടെ ആ പോയിൻറ്സും അതുപോലെ 5 രൂപയുടെ നോട്ടൊക്കെ കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. ഇപ്പം അത് 50ലേക്ക് മാറി, ഇനി കുറച്ച് കഴിഞ്ഞത് 200ലേക്ക് മാറി, മിനിമം കുറച്ചും കൂടി കഴിഞ്ഞത് 500ലേക്ക് മാറും. അപ്പം ഞാനിപ്പം തരാൻ പോകുന്നത് 50 രൂപയാണ് സക്കാത്തുള്ളത്. കാരണം സക്കാത്ത് വാങ്ങുക എന്നുള്ളത് അതുവഴി റിച്ച് ആവുക എന്നുള്ളതല്ല, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പം നിങ്ങൾക്ക് സക്കാത്ത് കിട്ടാൻ വേണ്ടി 2 ഓപ്ഷൻ. ഒന്ന്, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഇതെൻ്റെ കയ്യിലുണ്ടാവും, ഞാൻ നിങ്ങൾക്കിത് ഇങ്ങനെ എടുത്തു തരും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക, എന്നിട്ട് എനിക്കൊന്ന് മെസ്സേജ് ആയിക്കോട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും അയച്ചു തന്നാലും കേട്ടോ. അപ്പോൾ സമയം കളയണ്ട, എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ജാതിയോ മതമോ ഒന്നും നമുക്ക് വിഷയം കേട്ടോ, എല്ലാവർക്കും എൻ്റെ വൈത്തോണ സക്കാത്ത് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്നുണ്ടല്ലോ, ഇസ്ലാമിനെ പറയിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ. എന്ത് സത്യം, ഇവന് ബോധമില്ലാത്തത് കൊണ്ടാണ്, അവൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണ് അമ്മാതിരി വീഡിയോ ഒക്കെ ഇടുന്നത്. റീച്ചിന് വേണ്ടി എന്ത് കോപ്രായത്തിനും പറയുന്നതാണ്. എൻ്റെ പൊന്നുമല്ലോ, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ. പക്ഷേ ഇങ്ങനത്തെ ഒരു വീഡിയോ പലരും ഷെയർ ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ വരെ മൂക്കത്ത് കൈ വെച്ചു. ഇവൻ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോയി. അനക്ക് സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഈ കൊടുത്തോ. എൻ്റെ സമ്പാദ്യത്തിൽ അനക്ക് കടങ്ങളും മറ്റ് ബാധ്യതകളും ഒന്നുമില്ലാണ്ട് അനക്ക് 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% ഈ സക്കാത്ത് കൊടുത്തോ. ഒരു കുഴപ്പം ഇവിടെ ആരും പറയുന്നില്ല. 2.5% കൊടുക്കാം. പക്ഷേ അത് കൊടുക്കുന്നതിന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അല്ലെ മറ്റവന് എൻ്റെ ഫ്രണ്ട്സിനെ അറച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും വൈക്കോടെ വരും എൻ്റെ അടുത്ത് വന്നിട്ട് ആ വീഡിയോയിലിട്ട് 50 ഉറുപ്പ്യ തരുമോ എന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെളിവില്ലാത്ത വർത്താനൊക്കെയാണ് മല്ലു ഈ പറയുന്നത്. സത്യം, മാതിരി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പരിഹസിക്കാൻ 100 കണക്കിൽ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്കറിയില്ല. ഈ സക്കാത്ത് കൊടുത്തോ, ഈ സക്കാത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഈ വീഡിയോയിൽ ഇട്ട ഒരു കുഴപ്പമില്ല. അതിന് എന്നെ പറഞ്ഞ് 50 ഉറുപ്പ്യൻ്റെ ഓരോ നോട്ട് വെച്ച് ഓരോരുത്തർക്ക് നീ കൊടുക്കാൻ പോകണമെന്ന്. പിന്നെ 200ൻ്റെ ഒരു കെട്ടും 500ൻ്റെ കെട്ടും നീ എന്ത് തേങ്ങക്ക നിൻ്റെ വീഡിയോയിൽ കൊണ്ടിട്ടത്? എന്തായാലും ഈ കൊടുക്കാൻ പോകുന്നില്ല ഈ എന്നെ പറഞ്ഞ്. അപ്പോൾ 4 ആൾ കാണുമ്പോൾ മുമ്പിൽ 50ൻ്റെ നോട്ട് വേണം, 100ൻ്റെ നോട്ട് വേണം, 200ൻ്റെ നോട്ട് വേണം, അല്ലെങ്കിൽ 500ൻ്റെ നോട്ട് വേണം. ഇതൊക്കെ കാണുമ്പോഴേ 4 ആൾക്കാർ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുകയുള്ളൂ. എന്താണ് ഇപ്പോൾ നോട്ട് കെട്ടുകളൊക്കെ അല്ലേ? അതിന് വേണ്ടിയിട്ടില്ല 500ൻ്റെ കെട്ടും 200ൻ്റെ കെട്ടൊക്കെ അവിടെ ഇട്ടത്. ഈ കൊടുക്കാൻ വിചാരിച്ച 50 ഉറുപ്പ്യ മാത്രമാണ്. എടാ, ഈ 50 ഉറുപ്പ്യ കൊടുത്തോ, എൻ്റെ സമ്പാദ്യത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, ആ പറഞ്ഞ 2.5% നീ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ. ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഔദാര്യമല്ല, അവകാശമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് പൈസ ഉണ്ടല്ലോ, അത് ഞാൻ കൊടുക്കാൻ പോകുന്ന അർഹതപ്പെട്ട ആൾക്കാർ ഞാൻ കൊടുക്കാൻ പോകേണ്ടത്. അത് അവൻ്റെ അവകാശമാണ്. അല്ല ഈ കൊടുക്കുന്ന ഔദാര്യമല്ല. എന്നെ കാണുമ്പം ബ്രോ ഞാൻ 50 ഉറുപ്പ്യ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇന്ന ആൾക്കൊരു 50 ഉറുപ്പ്യ ഇട്ട് കൊടുക്കുമോ, അത് നീ കൊടുക്കുന്ന ഔദാര്യമാണ്, അവകാശമല്ല അത്. അതായത് ഒരു ഗിവ് അവേ കൊടുക്കാൻ നിനക്കൊരു ഗിവ് അവേ കൊടുക്കണം. അപ്പോൾ റമദാനാണ്, കുറച്ച് അറബി മൂളിച്ചൊക്കെ ഇട്ടാണ്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റാവുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഹിറ്റായിട്ടുണ്ട്. എന്താണെങ്കിലും 10-40 ലക്ഷം ആൾക്കാർ വീഡിയോ കണ്ടിട്ട്. കറക്റ്റാണ് നീ പറഞ്ഞത്. അതിന് താഴത്തൊരു കമൻറ്റ് വിട്ടിട്ടുണ്ട്, കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നിട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് എത്തിയിട്ടുണ്ട്, ഇനി ആർക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഈ കമൻറ്റ് വിട്ടിട്ടുണ്ട്. അപ്പം തന്നെ മനസ്സിലായില്ലേ, ഒരു ഗീവ് അവേ നീ പ്ലാൻ ചെയ്തു. നീ ഒരു റമദാൻ ഗീവ് അവേ, ഞാൻ ഇത്ര പൈസ കൊടുക്കാൻ പോകുന്നുണ്ട്, ആൾക്കാർ അതിനെ നല്ല രീതിയിൽ എടുക്കും. അതിന് പകരം അതിൻ്റെ കൂടെ സക്കാത്ത് കൂട്ടി കെട്ടാണ്ടിരിക്കും. അല്ലാണ്ട് ഇതിലൊന്നും മതം കൊണ്ടുവരാണ്ടിരിക്കുക, അല്ലെങ്കിൽ മതത്തിൻ്റെ കൂടെ മാതിരി കോപ്രായത്തരങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുന്നതല്ലേ മല്ലോ നമുക്ക് എപ്പോഴും നല്ലത്. എനിക്ക് നിന്നോട് വേറെ ദേഷ്യം കാര്യമൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. ഇമ്മാതിരി ഒരുമാതിരി അല്പന് മറ്റേ കൊട കിട്ടിയ അർദ്ധരാത്രി അല്ല, ഈ നട്ടുച്ചക്ക് മാത്രമല്ല, നീ ഏത് സമയത്തും കൊട പിടിക്കും. ആ അവസ്ഥയാണ് നിൻ്റെ ഇമ്മാതിരി അല്പത്തരങ്ങൾ കാണിച്ചു തരുന്നത്. നീ വലിയ സംഭവമാണ്, ഇഷ്ടം പോലെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ആളാണ്, ഇഷ്ടം പോലെ ആൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട് നിൻ്റെ വീഡിയോ കണ്ടിട്ട്. നിനക്ക് ബിസിനസ് ഉണ്ട്, നിനക്ക് ദുബായിൽ ബിസിനസ്, കൊച്ചിയിൽ ബിസിനസ്, നാട്ടിൽ ബിസിനസ്, വലിയ വലിയ വണ്ടികളുണ്ട്, വലിയ വലിയ പൈസ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നീ ഇപ്പം കാണിച്ചതുണ്ടല്ലോ, ഒരു ചെരുപ്പ്, നമ്മളെ ഒരു തേന ചെരുപ്പിന് കൊടുക്കുന്ന വില ഉണ്ടല്ലോ, ആ വില പോലില്ലാത്ത ഒരു പ്രവൃത്തിയാണ് നീ ഇപ്പോൾ കാണിച്ചത്. സത്യമായിട്ടും വെറും വൃത്തികെട്ടൊരു പ്രവൃത്തിയാണ് നീ ഇപ്പോൾ കാണിച്ചത്. നിനക്ക് സക്കാത്ത് കൊടുക്കാം, നിനക്ക് ഗിവ് അവേ പ്ലാൻ ചെയ്യാം, നിനക്കൊക്കെ പ്ലാൻ ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ റമദാൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് ഈ അറബി മൂളിച്ചിൻ്റെ കൂടെയുള്ള ആ ഒരു ഊക്കലുണ്ടല്ലോ, അതൊരുമാതിരി വൃത്തികെട്ട ഊക്കല. സത്യം, ഈ പൈസ വാങ്ങിക്കുന്ന ആരെങ്കിലും ഇവൻ ഈ കൊടുത്ത പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലല്ലോ അത് സക്കാത്തായിരുന്നു നിങ്ങൾ വിചാരിക്കരുത്. അവൻ നിങ്ങൾക്ക് ഔദാര്യമായിട്ട് 50 ഉറുപ്പ്യ ഒന്ന്, അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ആരും ചിന്തിക്കുക പോലും വേണ്ട. അമ്മ അതിൽ ഊളത്തരാണ്
മല്ലു നീ കാണിച്ചത്. അതല്ലാന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ കൈയടിച്ച് പാസ്സാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കി തരാം കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവനെ കൈയടിച്ച് പാസ്സാക്കുന്ന ഇമാതിരി ഊളത്തരത്തിനൊക്കെ? കഷ്ടം.